എല്ലാവർക്കും നമസ്കാരം. വ്യത്യസ്തമായൊരു വീഡിയോ ആണ്. ക്ഷേത്രത്തിൻ്റെ ശലാധാര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടതാണ്. ഒരു ക്ഷേത്രത്തിൻ്റെ അടിത്തറയിൽ ഈശ്വര ചൈതന്യം ആവാഹിക്കുന്ന അല്ലെങ്കിൽ ഭൂമിയുമായി ചേർന്ന് നിൽക്കുന്ന ആദ്യത്തെ പ്രക്രിയയാണ് ശിലാന്യാസം അഥവാ ആധാരശില. ക്ഷേത്രത്തിൻ്റെ ഏറ്റവും താഴെയുള്ളതും അടിസ്ഥാനപരവുമായ ശിലയാണിത്. ഭൂമിയുമായി ബന്ധിപ്പിക്കുന്നതിൻ്റെ ആദ്യത്തെ പടിയാണ് ഈ ശിലാന്യാസം. അത് കഴിഞ്ഞ് പിന്നീട് വരുന്നതാണ് നിധികുംഭം. ആധാരശിലയ്ക്ക് മുകളിലായി സ്ഥാപിക്കുന്നതാണ് നിധികുംഭം. ഇതിനകത്ത് നമ്മുടെ ഭക്തന്മാരുടെ കാണിക്കയായി അതിനകത്ത് നമുക്ക് നിക്ഷേപിക്കാൻ പറ്റുന്നത് നവരത്നങ്ങൾ, അതുപോലെ ധാന്യങ്ങൾ, പിന്നെ ഔഷധ സസ്യങ്ങൾ, ലോഹങ്ങൾ, നമ്മളുടെ അടുത്തുള്ള അതുപോലെ തന്നെ സ്വർണം, വെള്ളി, നമുക്ക് ഏത് വേണമെങ്കിലും ഇതിനകത്ത് നമുക്ക് നിക്ഷേപിക്കാവുന്നതാണ്. ഇതാണ് നിധികുംഭം. ഇത് ക്ഷേത്രത്തിൻ്റെ ഐശ്വര്യവും ഊർജവും നൽകുന്നു എന്നാണ് വിശ്വാസം. നിധികുംഭത്തിന് മുകളിലായിട്ട് പത്മത്തിന് മുകളിലായിട്ട് കൂർമ്മം, കരിങ്കല്ലിൽ തീർത്ത കൂർമ്മം, അത് നമുക്ക് ഇതിനകത്ത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇതിന് മുകളിലായിട്ട് സ്ഥാപിക്കുന്നതാണ് യോഗനാളം. കൂർമ്മത്തിന് മുകളിൽ സ്ഥാപിക്കുന്ന നീണ്ട കുഴൽ പോലുള്ള രൂപത്തിലുള്ളത് നേരത്തെ നമ്മൾ കണ്ട് ഈ കാണുന്നതാണ്. ഇതാണ് കുറച്ച് നേരത്തെ സ്ഥാപിച്ചത്. ഈ യോഗനാളത്തിന് മുകളിലായിട്ട് വരുന്നതാണ് ബ്രഹ്മശില. ഈ ബ്രഹ്മശിലയ്ക്ക് മുകളിലായിട്ടാണ് നമ്മുടെ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കുന്നത്. അപ്പോൾ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നതും ബ്രഹ്മശിലയും നമ്മൾ ഈ വീഡിയോയിലില്ല. ഇത്രയും കാര്യങ്ങളാണ് ഒരു ക്ഷേത്രത്തിൽ ബിംബം പ്രതിഷ്ഠിക്കുന്നതിന് താഴെയായിട്ട് വരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതെല്ലാവർക്കും ഒരു മനുഷ്യായുസ്സിൽ കാണാൻ പറ്റണമെന്നില്ല. ഇത് ഭാഗ്യം ചെയ്തവർക്ക് മാത്രമേ ഇത്തരം കാര്യങ്ങളിൽ, കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളൊരു ഐതിഹ്യം കൂടിയുണ്ട്. ഇങ്ങനെ 6 ഘട്ടങ്ങളിലായി നടക്കുന്ന ശാസ്ത്രീയമായും താന്ത്രികമായും വളരെ പ്രധാനപ്പെട്ട കർമ്മങ്ങൾ ഓരോന്നിനും അതിൻ്റേതായ മന്ത്രങ്ങളും പൂജാവിധികളുമുണ്ട്. അങ്ങനെയുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പ്രോത്സാഹനമാണ് എൻ്റെ വിജയം. നന്ദി, നമസ്കാരം.